ഈ ചിലവൊക്കെ കുറക്കണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. അതിന് എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടാകുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ അതിനൊരു ജസ്റ്റ് ഒരു സീക്രട്ട് തരാം. നമ്മുടെ ചിലവ് കുറക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി കുറക്കുക എന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്റ്റീൻ തന്നെ ഇപ്പോൾ ഈ ഒരു റൂമിൽ പൂട്ടിയിടണമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു വിടുള്ളൂ. ഞാനിവിടെ ഏകദേശം ഇപ്പോൾ ഒരു 20 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. ക്രിസ്റ്റീൻ എന്ത് ചെയ്യും? ഇപ്പം നമ്മളെ സംബന്ധിച്ച് ദാഹിക്കുന്ന സമയത്ത് കുടിക്കും, ബാക്കിയുള്ള വെള്ളം മുഖം കഴുകാണ്ട് ഉപയോഗിക്കും. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ കുളിക്കാൻ തന്നെ ഈ വെള്ളം എടുത്ത് ഉപയോഗിച്ചെന്നിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ 24 മണിക്കൂറിന് 20 ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല. അതേസമയം സെയിം സിനാരിയോയിൽ തന്നെ ഞാൻ ആകെ 1/2 ലിറ്റർ വെള്ളം വെച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. ആ വെള്ളം എടുത്ത് മുഖം കഴുകും. ആ വെള്ളം എടുത്ത് കുളിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. കുടിക്കണമെങ്കിൽ തന്നെ ഒറ്റയടിക്ക് തന്നെ കുടിച്ചു തീർക്കും. ഇല്ല, അത്രയ്ക്കും വലിയ ദാഹം വന്നു കഴിഞ്ഞാൽ നമ്മൊന്ന് പതുക്കൊന്ന് സിപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി വന്നു കഴിഞ്ഞാൽ ഈ മൊത്തം തുക നമ്മൾ അവൈലബിൾ ആക്കി നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മൈൻഡ് മൊത്തം വർക്ക് ചെയ്യുന്നത് ഇതെങ്ങനെ തീർക്കാം എന്നതിനെ കുറിച്ചാണ്. അതിന് പകരം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് സാലറി വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് അതിൽ നിന്ന് ഒരു സർട്ടൻ പെർസെൻറ്റേജ്, ഇപ്പം നിലവിൽ ഞാൻ ഏകദേശം ഒരു 60-70% ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റും. ബാക്കി വരുന്ന ഏകദേശം ഒരു 30-40% മാത്രമേ അവൈലബിൾ ആയിട്ട് എനിക്ക് ചിലവഴിക്കാൻ വേണ്ടി ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു എമൗണ്ടിലേക്ക് എൻ്റെ ചിലവുകളെല്ലാം ഞാൻ ഒതുക്കും. ഇപ്പോഴാണ് എനിക്ക് 60-70% മാറ്റാൻ പറ്റണത്. പക്ഷെ തുടക്കത്തിൽ ഞാൻ 10% മാറ്റിയിരുന്ന വെച്ചാൽ ഗ്രാജുവൽ അത് കൂട്ടി ഇപ്പം ഞാൻ 60-70% മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് സാധാരണ ആൾക്കാരോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വൺസ് ഒരു സാലറി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിൽ നിന്ന് ഒരു 10%-15% നിക്ഷേപത്തിലേക്ക് മാറ്റുക. എന്നാൽ മാത്രമേ നമുക്ക് സമ്പന്നനാകാൻ പറ്റുള്ളൂ.